ഏപ്രിൽ 1 ഒരു ഫ്രണ്ട്ലി മത്സരം നടക്കുകയാണ്. അർജന്റീന വിസ് സാംബിയ മത്സരത്തിൽ അർജന്റീനക്ക് അനുകൂലമായി ഒരു പെനാൾട്ടി ലഭിക്കുന്നു. സാധാരണയായി അർജന്റീനക്ക് ഒരു പെനാൾട്ടി ലഭിക്കുമ്പോൾ അതെടുക്കുന്നത് അവരുടെ മെസ്സിയായ ലയണൽ മെസ്സി തന്നെയാണ്. അർജന്റീനൻ മണ്ണിലെ അവസാന മത്സരമായിരുന്നു അത്. അർജന്റീനയിലെ ഒരുപാട് സീനിയർ താരങ്ങളുടെ, ഒട്ടമെന്റ്, ലയണൽ മെസ്സി എന്നിങ്ങനെ ഒരുപാട് താരങ്ങളുടെ അവസാന മത്സരമായിരുന്നു അത്. കാരണം 2026 വേൾഡ് കപ്പ് വരികയാണ്. ആ വേൾഡ് കപ്പ് അവസാനിക്കുന്നതോടു കൂടി തന്നെ ഇങ്ങനെയുള്ള ഒരുവിധ അർജന്റീനൻ താരങ്ങളെല്ലാവരും അവരുടെ അർജന്റീനൻ ജേഴ്സി ഊരിവെക്കുന്നതാണ്. അത് അർജന്റീനൻ മണ്ണിൽ അവർ ബൂട്ടുകെട്ടുന്ന അവസാന മത്സരമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആ പെനാൾട്ടി ലയണൽ മെസ്സി എടുക്കും. അർജന്റീനൻ മണ്ണിൽ അർജന്റീനക്ക് വേണ്ടി ലയണൽ മെസ്സിയുടെ അവസാന ഗോൾ അതായിരിക്കും. അങ്ങനെയാവും നാം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. എന്നാൽ അവിടെയാണ് ലയണൽ മെസ്സി എന്ന വ്യക്തിയുടെ മനസ്സ് നാം കാണുന്നത്. ആ പെനാൾട്ടി തന്റെ കൂടെയുള്ള സീനിയർ താരമായ ഒട്ടമെന്റിക്ക് ലയണൽ മെസ്സി നൽകുന്നു. ലോക ഫുട്ബോൾ ആരാധകരെല്ലാവരും ലയണൽ മെസ്സിയുടെ അർജന്റീനയിലെ അവസാന ഗോൾ എന്ന ആ സുവർണ നിമിഷത്തിലേക്ക് കാതോർത്ത് നിന്നപ്പോൾ ലയണൽ മെസ്സി കണ്ടത് മറ്റൊന്നായിരുന്നു. ഫുട്ബോൾ ആരാധകരും അയാളുടെ സഹതാരങ്ങളും അയാൾക്ക് നൽകുന്ന ബഹുമാനം അയാൾ ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതല്ല. അത് അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇതുപോലൊരു താരം ഫുട്ബോൾ ലോകത്ത് പിറക്കുമോ എന്നറിയില്ല. ഇതുപോലൊരു ഇതിഹാസ പിറവിക്ക് നാം സാക്ഷിയാകേണ്ടി വരുമോ എന്നും അറിയില്ല. എതിരാളികൾ വിമർശനങ്ങൾ കൊണ്ട് അയാളെ തളർത്താൻ നോക്കുമ്പോൾ ചെറു പുഞ്ചിരിയോടെ അതിനെല്ലാം മറുപടി നൽകുകയാണ് അയാൾ. തന്റെ കഴിവുകൾ കൊണ്ട് എതിരാളികളെ പോലെ വിസ്മയിപ്പിക്കുന്ന ഒരു താരമാണ് അയാൾ. ഒരു കാര്യം മനസ്സിലേക്ക് വരുമ്പോൾ മനസ്സ് പിടയുകയാണ്. അത് 2026 വേൾഡ് കപ്പിന് ശേഷം ഇദ്ദേഹത്തെ ഒന്നും കളിക്കളത്തിൽ കാണാൻ കഴിയില്ലേ എന്ന ഭയം. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ നാം കടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് കാലത്തിനോട് നന്ദി പറയാം. നമ്മെ ഈ പതിറ്റാണ്ടിൽ ജനിപ്പിച്ചതും ലയണൽ മെസ്സിയെ പോലെയുള്ള പല താരങ്ങളുടെ വിസ്മയങ്ങൾ കാണാൻ സാധിച്ചതിനും.